മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനാ ലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും മാതാവിൻ്റെ വ്യാകുലങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പലവിധ കുരിശുകൾ വഹിച്ച് നീങ്ങുന്നവരാണ് നമ്മളെല്ലാവരും. കരഞ്ഞ് കരഞ്ഞ് തലയിണ നനഞ്ഞുപോയ എത്രയോ രാത്രികൾ. എന്നെ സഹായിക്കുവാനോ സ്നേഹിക്കുവാനോ ആരുമില്ലാത്തതിൻ്റെ ദുഃഖങ്ങൾ, നല്ലൊരു വാക്കുപോലും പറയാനായിട്ട് ആരുമില്ലല്ലോ എന്ന് വേദനിച്ചു നിന്ന സമയങ്ങളുണ്ടായിട്ടില്ലേ? ഞാനിപ്പോൾ എല്ലാ സഹനപ്പൂക്കളെയും ഞാൻ ഓർക്കുകയാണ്. എല്ലാ ഇഗ്നൈറ്റ് വിദ്യാർത്ഥി ലോകത്തെ ഞാൻ ഓർക്കുകയാണ്. വഴിയോരങ്ങളിലും ആശുപത്രികളിലും ആശുപത്രിയുടെ വരാന്തകളിലും കഴിഞ്ഞുകൂടുന്ന മക്കളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വചനത്താൽ ഇന്ന് രക്ഷ നിങ്ങൾക്ക് നൽകും. ജെറുസലേം പ്രയർ ലൈനിൽ നിന്ന് ആരംഭിക്കുന്ന ഈ വചനം നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കട്ടെ. വചനം ദൈവമായി കടന്നു വന്ന് പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതാ വചനം നമുക്ക് തരികയാണ്. 2 കൊരിന്ത്യർ 4:17. നിങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വമാണ്. ഇന്ന് മാതാവിൻ്റെ 4ാമത്തെ വ്യാകുലത്തെക്കുറിച്ച് നമ്മോട് പറയുന്നത് കുരിശും വഹിച്ച് നീങ്ങുന്ന യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ഇതാണ് മാതാവിൻ്റെ 4ാമത്തെ നിയോഗം. അമ്മയും മകനും കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഹൃദയത്തിൻ്റെ വേദന, ആ മനസ്സിൻ്റെ ദുഃഖം, വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും വരുമ്പോൾ ദൈവകൃപ നഷ്ടപ്പെടുത്തരുതേ എന്ന് മാതാവ് സകലരോടും സന്ദേശം നൽകുകയാണ്. കുരിശും വഹിച്ച് നീങ്ങുമ്പോൾ ആ മേഖലയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് നീ ഓർക്കുക. ഒരുപക്ഷെ നീ മാനസികമായി തകർന്നിരിക്കുന്നവനായിരിക്കാം, സമനില തെറ്റിപ്പോയ ഒരു അവസ്ഥയിലായിരിക്കാം. തീവ്രമായിരിക്കുന്ന ഭയം, കൊടും വേദനകൾ, അജ്ഞാതമായ രോഗങ്ങൾ, തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, കേട്ടിരിക്കാൻ പോലും പറ്റാത്ത വണ്ണത്തിലുള്ള ഭീകരമായിരിക്കുന്ന അന്തരീക്ഷം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാം. ആ സമയത്ത് ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാണ്, നിന്റെ ക്ലേശങ്ങൾ നിസ്സാരമാണ്, അതിൻ്റെ ഫലമോ അനുപമമായ മഹത്വമാണ്. എല്ലാവർക്കും അവരുടേതായ കുരിശുകളുണ്ട്. കുരിശുകൾ സന്തോഷമാക്കിയവരാണ് വിശുദ്ധാത്മാക്കൾ. നീ കുരിശിൽ ആശ്രയിച്ചാൽ, വേദനയിൽ നീ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയാൽ നിനക്ക് യേശുവിനെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. മാതാവ് യേശുവിനെ കണ്ടുമുട്ടിയതുപോലെ ദൈവം ജീവിതത്തിൽ വരുമ്പോൾ നിന്റെ ദുഃഖം സന്തോഷമായി മാറും. ഈ സന്തോഷം കുരിശുകളിലൂടെയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. കുരിശ് വഹിക്കുവാനും കുരിശ് വഹിച്ച് നീങ്ങുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ മാതാവും യേശുവും നിന്റെ മുമ്പിൽ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.